over and over. What? Over and over. What? me that beat back, ooh. Won't you give me that beat back, ooh. Won't you give me that beat back, ooh, 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 ooh. എന്തായി വിജീഷ ഞാൻ പറഞ്ഞ കാര്യം? സാറൊന്ന് വിഷമിക്കണ്ടിരിക്കേ. അതല്ലടാ, എല്ലാ കാര്യം ഞാൻ ശരിയാക്കാം. പറഞ്ഞ പോരാ, ശരിയാക്കണം. ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ സാറേ. ശരി ശരി. ഇതും ഉണ്ടാക്കണ്ടി വിജീഷല്ലേ? ഇവന്മാരെന്താ ഇവിടെ? ഇവന്മാർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലല്ലേ ഇത്. അല്ലാതെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ഇട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? നീ ഇങ്ങോട്ട് വന്നേ. ഓടാടുന്ന എണീക്കേ. വാടാ വാടാ. കമോൺ എണീക്കടാ. എണീക്ക്. ഒന്ന് എണിപ്പിച്ചട പിള്ളേരെ. ഇവന് വയ്യടവന്. അയ്യോ പാവം, വേദനിക്കുന്നുണ്ട്. അയ്യോ പാവട്ട. അയ്യോ ഏത്തും മണ്ണൊക്കെ ആയി. സാറേ, പുതിയതായി വന്ന പാവത്തിനെ തല്ലി ചതയ്ക്കുന്നു. അത് ഞാൻ നോക്കിക്കോളാം. അവിടെ ചെന്നിരിക്കാൻ നോക്കടാ. ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ സാറേ.
എന്താടാ പുതിയതായിട്ട് വന്നില്ലേ അവനെ തല്ലിക്കൊല്ലണ്ടാ. വന്നടാ. വാടാ വാടാ. എന്താടാ എന്തുണ്ടായി? എന്താടാ അവിടെ? എന്താ അവിടെ പ്രശ്നം? സാറ് കണ്ടില്ലേ ഈ പാവത്തിനെ തല്ലി ചതച്ചത്? എല്ലാരും പോയേ പോ. നിന്റെ ബ്ലോക്ക് ഏതാ? ഡി ബ്ലോക്കാ സാറേ. എന്നാ വേഗം നടക്ക്. വേണ്ട സാറേ, ഞാൻ കൊണ്ടുപോയിക്കോണ്ട്. ഞാനുണ്ട് ഈ ബ്ലോക്കിൽ. പോയി അവിടെ ചെന്നിരിക്കാൻ നോക്കടാ. എന്താ നിന്നോടും പറയണേ? തല്ല് കൊണ്ടോണ്ടിരുന്നാലേ മാരാര ചണ്ട പോലെയാവും. ഏട്ടക്കെങ്കിലും ഒന്ന് പ്രതികരിച്ചോളോ. ആശാൻ ശരിക്കും എന്നെ കൊടുത്തുട്ടോ. അത് പിന്നെ ആശ മർമ്മ തന്നെയല്ലേ കൊടുത്തിട്ടുണ്ടാവുക. ഒരു തുള്ളി ചോര കണ്ടിട്ടില്ല. എടാ പിള്ളേരെ, അവ 7 ദിവസം അപ്പിടുമ്പോ ചോര മാത്രം പോവുള്ള. അതടാ ഞാൻ. എവിടേക്കടാ? ഡി ബ്ലോക്കിലേക്ക് സാറേ. ഇതാ അങ്ങോട്ട്. നടക്കടാ. ജോർജ്, കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെയാണ് സാർ. ഓക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൊള്ളാം. പിന്നെ പുതിയ സൂപ്രണ്ട് സാറിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. സാർ സെല്ലുകളെല്ലാം പരിശോധിച്ചോ? പരിശോധിച്ചു. നിങ്ങളുടെ പരിശോധനയ്ക്ക് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സകല സെല്ലുകളുടെയും ക്ലോസറ്റ് വരെ അരിച്ചു പറയണം. ശരി സാർ. എന്ത് പറഞ്ഞാലും യെസ് സാർ യെസ് സാർ. അവസാനം പണി കിട്ടുമ്പോൾ നമ്മളൊക്കെ താമക്കോ. ഞാൻ സൂപ്രണ്ട് സാറിനെ കണ്ടിട്ട് അങ്ങോട്ട് വരാം. ഞാൻ ജോർജ് സാറിനെ പണിയെടുക്കാൻ വേണ്ടി വന്നു. എന്താ സാറേ, രാമൻ സാറിന്ന് വലിയ ചൂടിലാണല്ലോ. പുതിയ സൂപ്രണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഹാപ്പി അല്ലേ വേണ്ടത്? ഇങ്ങനെ ഇപ്പൊ തൽക്കാലം ഹാപ്പിയാണ്. നീ ആ ഓട് മാറ്റിട്ടാണ് പാടാ. സാറ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഓടി ഞാൻ മേളിൽ വെക്കുവാണ്. സൂപ്പറാ, തകർക്കും. സൂപ്പറാ. സൂപ്പറാക്കും. ഈ മണ്ണിൽ ഗുണ്ടായസത്തിന്റെ വിത്ത് വിതച്ച അപ്പന്റെ മോനാ ഞാൻ. എന്നോട് ജയിക്കാൻ പറ്റാടാ, നീ പോരാ. കൊന്നു ശീലിച്ച് നിന്നെ ഞാൻ ജീവിക്കാൻ വിടുക, നരകിച്ച് ജീവിക്കാൻ. എന്താടാ എന്താടാ ബഹളം? നമ്മുടെ രതീഷിന്റെ മിമിക്രിയാണ് സാറേ. പെർഫോമൻസ് എങ്ങനെയുണ്ട്? പൊളിച്ചു. അധികം പൊളിക്കാതെ അവിടെ കേറിയിരിക്കാൻ നോക്കടാ. വേണ്ടായിരുന്നു അല്ലേ? ഈ സാറ് ഇങ്ങനെയാ, നീ പേടിക്കണ്ടടാ. പുതിയ സൂപ്രണ്ട് വരുന്ന ജാടയാണ് ആ സാറിന്. നമുക്ക് പൊളിക്കാടാ. 11 മണിക്ക് തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. പിന്നെ തടവുകാരിൽ പുകവലി, മദ്യപാനം തുടങ്ങിയ ആക്ടിവിറ്റീസ് ഉള്ളവരുടെ ലിസ്റ്റും സ്ഥിരം പ്രശ്നക്കാരുടെ ലിസ്റ്റും അതൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് സർ. സംസ്ഥാനത്തെ ജയിലുകളിൽ മികച്ച സംവിധാനങ്ങളുള്ള ജയിലാണിത്. അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തണം. കുറ്റം ചെയ്താണ് എല്ലാവരും ഇവിടെ എത്തുന്നത്. ഇതിനകത്തും അവർക്ക് അതിന് അവസരം ഉണ്ടാക്കരുത് സർ. പ്രത്യേകിച്ചും നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കരുത്. ഓക്കെ ഓക്കെ സർ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സർ.
ഡി ബ്ലോക്കിൽ ഒരാൾ മിസ്സിംഗ് ആണ്. എന്താണോ താനീ പറയണത്? ശരിക്കും നോക്കിയോ? സാർ, രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്ന ആള് പിന്നെ ആവിയായി പോയോ? ആരാണ് മിസ്സിങ്? നമ്മുടെ ക്രിസ്റ്റിയ സാർ. ക്രിസ്റ്റി അങ്ങനെ ചാടി പോകുന്ന ആളല്ലല്ലോ. സൂപ്രണ്ട് സാർ എത്തും മുമ്പേ ക്രിസ്റ്റി ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഉടൻ തന്നെ പരിശോധിക്കണം സാർ. എന്താണോ താൻ പറയുന്നേ? മിസ്സിങ്ങോ? താനല്ലേ രാവിലെ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞേ? 10 മിനിറ്റിനുള്ളിൽ ആളെ കണ്ടുപിടിച്ചോ? അല്ലെങ്കിൽ തന്നെ തൊപ്പി തെറിക്കും. ഉറപ്പിച്ചോ? സൂപ്രണ്ട് സാർ ഇപ്പൊ ഇറങ്ങും. അതിനു മുമ്പ് ക്ലിയർ ചെയ്യേ. കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒബ്സർവേഷനിലാണ്. കുറച്ച് കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റാം. ഇവിടെ എപ്പോഴും ആളുണ്ടാവണം. ശരി സാർ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. നിങ്ങളും കേട്ടല്ലോ. സാർ പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. യെസ്, ഗുഡ് ഈവനിങ്. ഞാനും നോക്കട്ടെ. സർ, എന്തൊക്കെയാടോ ഞാൻ ഈ കേൾക്കുന്നത്? റിലീസ് ആവാറായ തടവുകാരൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അത് ഇത്രയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളപ്പോ ഞാൻ ഇന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിനൊക്കെ ഞാൻ വേണം സമാധാനം പറയാൻ. സർ, ആ സമയത്ത് ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇതുവരെ ഒരു പ്രശ്നമില്ലാത്ത തടവുകാരനായിരുന്നു ക്രിസ്റ്റി. ഒരു പ്രശ്നമില്ലാതെയാണോടോ അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അതും കൊലപാതക കേസിൽ ശിക്ഷയുള്ളയാൾ. അന്ത്യപത്രം കണ്ടോ? ജയിൽ പീഡനം, തടവുകാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഗുരുതരാവസ്ഥയിൽ. സർ, അയാൾക്കിപ്പോ എങ്ങനെയുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. അപകടനില തരണം ചെയ്തു. നാളെ രാവിലെ വാർഡിലേക്ക് മാറ്റും. വാർഡിലേക്ക് മാറ്റിയാൽ ഉടൻ മൊഴിയെടുക്കണം. മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കിട്ടണം. സർ. കൂടെയുള്ള തടവുകാരുടെ വിവരങ്ങളും വേണം. കേട്ടല്ലോ? ഓക്കെ സർ. എന്നാ നിങ്ങൾ പോയിക്കോ. ഞാൻ ക്രിസ്റ്റിയുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കട്ടെ. ഓക്കെ സർ. താൻ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഓക്കെ സാർ. എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയി പാപ്പേട്ടാ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിട്ട് എന്താടാ കാര്യം? നിങ്ങളെ പറച്ചിലായിട്ടാ വിചാരിക്കും ഞങ്ങൾ പറഞ്ഞിട്ട് അവൻ ചെയ്തതെന്ന്. അതെ, നിങ്ങളെപ്പോലെയല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. പിന്നെ മരിക്കാൻ കിടക്കണം കൂടുതലുള്ളവരെ കാണിച്ചിട്ടുള്ളതൊക്കെ ചെയ്യാൻ പോണ്. ഒന്ന് പോയിരായിരുന്നു. എന്തായാലും സാറന്മാര് പറയണ കേട്ടത് രക്ഷപ്പെട്ടു എന്നാ. എന്തായാലും സൂപ്രണ്ട് സാറിന് പണിയായി. അതെ, നല്ല ഐശ്വര്യമുള്ള കാലാ. എടുത്തു വെച്ചപ്പോ രക്തം കണ്ടു. ആരുടെ കാലിലോട്ട് രക്തം? നിന്നോട് ചോദിച്ചേ, കേട്ടില്ലേ? വേറെ ഒന്നുമില്ല സാറേ, കിച്ചണിൽ പോയിപ്പോ കാലില് രക്തം. ക്രിസ്റ്റിയുടെ മുഴുവനും പറയാം ആരൊക്കെ രക്തം തുപ്പുന്നു. വേഗം പോയി കിടന്നുറങ്ങി നോക്കടാ. വേഗം. ഗുഡ് ആഫ്റ്റർനൂൺ. അയക്ക് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. ക്രിസ്റ്റി, സൂപ്രണ്ട് സാറാ വിളിച്ചത്. സാറിനെ കണ്ടിട്ട് സെല്ലിലേക്ക് പോയാൽ മതിയെന്ന്. സാറ് വന്ന് കയറുമ്പോഴേക്കും നല്ല പണിയാ കൊടുത്താലേ. എന്ത് പറ്റിയടാ നിനക്ക്? നീ എന്താ ഒന്നും മിണ്ടാത്ത? എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കേൾക്കാണ് വല്ല കാര്യമുണ്ടോ? എന്താടാ ഇത്? നിങ്ങൾ നോക്കോ, വാ.
എന്നാ ശരി, ഓക്കെ. സർ. രാമേന്ദ്ര, താൻ പോയിക്കോ. എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ സാർ. ഇരിക്കേ. വേണ്ട സാർ, ഞാൻ അവിടെ നിന്നോളാം. ഇരിക്കാനാ പറഞ്ഞേ. താമലതും കഴിച്ചോ? കഴിച്ചു സാർ. ഞാൻ തന്റെ ഫയലൊക്കെ നോക്കിയിരുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ തന്നെ ഉപദ്രവിച്ചോ? ഇല്ല സാറേ. പിന്നൊരു കാരണം ഇല്ലാതെയാണോ കൈമുറിച്ചത്? ഇയാളോടാ ചോദിച്ചത്? കാരണമുണ്ട് സാറേ. ആ കാരണമാ ഞാൻ ചോദിച്ചത്. അത് കുറേ ഉണ്ട് സാറേ പറയാൻ. അത് താൻ പറയടോ. സാറേ, അത് ഞാൻ... അതെന്തായാലും എനിക്കറിയണം. അപ്പനും അമ്മയും ഞാനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു സാറേ എൻ്റേത്. അമ്മയുടെ ചികിത്സയ്ക്കായി അപ്പൻ നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയും വീട് പണയം വെച്ചും അമ്മയെ ചികിത്സിപ്പിച്ചു. പക്ഷേ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. അമ്മയുടെ മരണശേഷം അപ്പനൊരു മുഴുക്കുടിയനായി മാറി. അമ്മയുടെ വേർപാട് അപ്പൻ അത്രയേറെ തകർത്തു. അതുകൊണ്ടാവാം ഒരിക്കലും മദ്യപിക്കാത്ത അപ്പൻ ലഹരിയിൽ അഭയം തേടിയത്. കുടിച്ചെത്ര ബോധമില്ലാതെ വന്നാലും അപ്പൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഒരു ക്രിസ്മസ് തലേന്ന് മദ്യപിക്കാതെ അപ്പം വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ക്രിസ്റ്റി, അപ്പാ, മോനെ, അപ്പം നാളൊരു സ്ഥലം വരെ പോവാടാ. എവിടേക്കപ്പാ? ഞാനും വരട്ടെ? മോൻ വരണ്ട, സമയമാകുമ്പോൾ അപ്പം പറയാം. അപ്പാ നോക്കിയേ, കരോള്. അപ്പാ, നമ്മുടെ വീട്ടിൽ കരോളെത്തി. അപ്പാ, 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 വാതിൽ തുറക്കപ്പാ. അപ്പാ, അപ്പാ, വാതിൽ തുറക്കപ്പാ. അപ്പാ, വാതിൽ തുറക്കപ്പാ. അപ്പം വാതിൽ തുറക്കണില്ല. വാതിൽ തുറക്കപ്പാ. അപ്പാ, അപ്പാ, വാതിൽ തുറക്കപ്പാ. അപ്പൻ എന്തിനത് ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അമ്മയോടുള്ള എൻ്റെ അപ്പൻ്റെ സ്നേഹം എത്ര ആഴത്തിലുള്ളതാണെന്ന് വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോടുള്ളതിനേക്കാൾ സ്നേഹം അമ്മയോടുള്ളതുകൊണ്ടാവാം എന്നെ വിട്ട് അപ്പനും അമ്മയുടെ അടുത്തേക്ക് പോയത്. മോനെ, ഇനി ഇവനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഒരു അനാഥനാണെന്ന തോന്നൽ പോലും അവനുണ്ടാവരുത്. പഠിപ്പിൻ്റെ കാര്യം അത് ഇടവകയിൽ നിന്നും ഞാൻ നോക്കിക്കോളാം. മാത്രമല്ല, അവന് താമസിക്കാനുള്ള ഒരു ചെറിയ വീട് പോലും ഇടവകയെന്ന് ഞാൻ ശരിയാക്കി തരാം. ക്രിസ്ത്യൻ മോനെ ഞങ്ങൾ സ്വന്തം മോനെ പോലെ നോക്കിക്കോളാം അച്ചോ. ക്ലേരെ, നോക്കിക്കോളാം അച്ചോ. ഏട്ടാ, ചെല്ലു മോനെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വളർത്താൻ കൊണ്ടുപോയതാണെങ്കിലും അറക്കാൻ കൊണ്ടുപോയ മൃഗത്തേക്കാൾ കഷ്ടമായിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം. കണ്ണീരുണങ്ങാത്ത ആ ദിനങ്ങളിലെല്ലാം എനിക്ക് ആശ്വാസമായിരുന്നത് ചിറ്റപ്പനും
ആൻസി മോളായിരുന്നു. മോനെ അവിടെ വെച്ചോ, പേപ്പം കോരിക്കോളാം കേട്ടോ. നിങ്ങൾ എന്താ കാണിക്കണേ? ചെറിയ കുട്ടിയല്ലേ, ഞാൻ ചെറിയ കോരിക്കോളാം. കുട്ടിയാണെങ്കിൽ അവൻ കോരില്ലേ? നിങ്ങളോട് പറഞ്ഞതല്ലേ വേറെ എന്തൊക്കെ പണിയുണ്ടോ അവിടെ? നിന്നോടല്ലേടാ ഞാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞു നിങ്ങളോട് പോവാൻ. കർത്താവ് പൊറുക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് കോരാൻ. ഇതിന് മുഴുവൻ വെള്ളം കോരി നിറച്ചില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ കൊല്ലടാ അസത്തെ. വേഗം വെള്ളം കോരിയിട്ട് ആ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. സ്വന്തം അപ്പനും അമ്മയില്ലാത്തതിൻ്റെ കുറവ് ഞാൻ ശരിക്കും അനുഭവിച്ചു. ഒരുപാട് സങ്കടം വരുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കുറേ കരയും. ആൻസിമോള് നന്നായി പഠിക്കണില്ലേ? നന്നായി പഠിച്ച് മിടിക്കാവണം. ഏട്ടന് പഴം തന്നില്ലല്ലേ? മറ്റുള്ള കുട്ടികളെ പോലെ പഠിക്കാനും കളിക്കാനും എല്ലാം എനിക്കും ഉണ്ടായിരുന്നു ആഗ്രഹം. ഒടുവിൽ വികാരി അച്ഛൻ്റെയും നാട്ടുകാരുടെയും നിർബന്ധം കൊണ്ടാണ് വൈകിയാണെങ്കിലും എന്നെ സ്കൂളിൽ ചേർത്തത്. എന്ത് നോക്കി നിൽക്കാൻ നീ? കേറിപ്പോ. 10 വരെ പഠിച്ചെങ്കിലും പാസ്സാകാൻ കഴിഞ്ഞില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, കിട്ടിയ పనికి അങ്ങോട്ട് కయറി. അവിടെ എനിക്ക് స్వర్గాയിരുന്നു. వీడి నడక భావాలు చూస్తే పెద్ద నడుడు అనే భావం, కానీ వీడు ఏమి కాదు, ఈ జన్మలో ఏమి కాలేదు. కానీ ఇదిగో మరొకరు కళాభవన్ మణిగా అవ్వాలని కోరికతో బ్రతికేవాడు. వీడు ఆ రేంజ్లోకి రావడానికి ఛాన్స్ ఉంది. ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ കലഞ്ഞോ നാണ്ടി. ആ എന്താ പാവട്ടാ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളൊന്നും സെലിബ്രിറ്റികളല്ലല്ലോ. നേരം വെളുത്തുള്ളൂ, ഒരു കച്ചവടത്തിന് പരിശ്രമിക്കുന്ന കച്ചവടം നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഒരു ടിക്ടോക്കിൽ ഞാൻ പരിചയപ്പെട്ടതാ, കേട്ടല്ലോ. എന്നെ കുത്തുവാളടിപ്പിക്കരുത് നിങ്ങളെല്ലാവരും കൂടി. బాధపడుకో ఓనర్ గారు, వీళ్ళు చేసే టిక్టాక్ అంటే ఎంతో బాగుండేది, మీరు చేసే టిక్టాక్ అదే కదా వైరల్ అయ్యేది. ബാബേട്ട എന്നെ തെലുങ്കിൽ തെറിയെന്നല്ല പറഞ്ഞത്. തെറിയാ? ഇവര് ചെയ്ത ടിക്ടോക്കിനേക്കാളും നന്നായിട്ടുള്ളത് മുതലാളി ചെയ്ത ടിക്ടോക്കാണ്. അതാണ് ഇപ്പൊ സൂപ്പർ ആയത്. അതാണ് ഞാൻ പറഞ്ഞത്. മുതലാളി ബാബേട്ടാ, നിങ്ങൾ വിശാഖപട്ടണം തുണിക്കമ്പനിയില് 30 വർഷം ജോലി ചെയ്യുന്നല്ല പറഞ്ഞത്. അതെ. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാ, നിങ്ങളുടെ ദേവലോകം അപ്സരസ് എന്നൊക്കെ പറയാതെ ഇവിടെ ഉള്ളവരുടെ ജോലിക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക. സൂപ്പർവൈസർ അത്ര. ക്രിസ്റ്റി സാരുടിപ്പിക്കുന്നത് കാണുമ്പോൾ കൊതിയാവുക. కీర్తి, పెద్దోళ్ళిచ్చిన వస్త్రం శాశ్వతంగా నిలబడుతుంది, లేనిదంతా దారిపోతుంది. മനസ്സിലായില്ല. കാരണന്മാര് തരുന്ന വസ്ത്രങ്ങളെ ശാശ്വതമായിട്ട് നിലനിൽക്കുള്ള മോളെ. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഞാൻ പിറകിലായിരുന്നു. ദേ, ഇവളുടെ കാര്യത്തിൽ
8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നതെങ്കിലും എൻ്റെ ഇഷ്ടമൊന്നും അവളോട് തുറന്നു പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവളുടെ ഒരു നോട്ടമോ സ്നേഹത്തോടു കൂടി ഒരു സംസാരമോ ഇതേവരെ എനിക്കുണ്ടായിട്ടില്ല. ഇതുപോലൊരു മുതലാളി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടൂല കേട്ടാ. നീ ഇന്ന് രാവിലെ പുട്ടണ കഴിച്ച എന്തൊരു തള്ളടാ അത്. തള്ളിപ്പോ നിനക്ക് സമാധാനായില്ലേ? മുതലാളി ഇങ്ങോരാണ് ഈ കടയുടെ ഓണർ. ഇയാളുടെ ഭക്ഷണം കഴിക്കലാണ്ട് നമുക്കെല്ലാം കിട്ടോ? ചേട്ടാ എന്തെങ്കിലും ഉണ്ടോ അവിടെ കഴിക്കാൻ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരു പൊറോട്ട കൊണ്ട് 100 പൊറോട്ട ഉണ്ടാക്കുന്ന ആളെ എൻ്റെ സ്റ്റാഫ്. ഒരു പൊറോട്ട കൊണ്ട് 100 പൊറോട്ട ഉണ്ടാക്കാൻ അയാളെന്താ മാജിക്കാരനാ? ഒരു മുട്ട കൊണ്ട് 3 മുട്ട ഉണ്ടാക്കിയ ആള്. അങ്ങനെയാണെങ്കിൽ ആളൊന്ന് വിളിക്കേ. അതൊരു ദൈവികമായ കലയാണ് മാജിക്. കാണണ നിങ്ങൾക്ക്? കാണണം. ജനാർദ്ദനേട്ടാ, ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് ആള്. എന്താ മുതലാളിയെ? നമ്മുടെ മാജിക് ഒന്ന് കാണിച്ചു കൊടുത്തേ ഇവർക്ക്. മാജിക്കോ? ആ 10ന്റെ നോട്ട് കൊണ്ട് 2000ന്റെ നോട്ടാക്കണതൊന്ന് ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തേ. അത് വേണോ? ഒന്ന് കാണിച്ചു കൊടുത്തേന്നേ. ചേട്ടൻ പുലിയട്ടാ. പുതിയ കടയൊക്കെ എന്തായി? കട അങ്കമാലി ആലുവയിലൊക്കെ പുതിയ കട തുറക്കാൻ പോവാ. പിന്നെന്താ തുറക്കാത്ത? കട തുറന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കൂലേ? പോലീസ് പിടിക്കേ? വല്ലോന്റെ കട കുത്തി തുറന്ന പിന്നെ പോലീസ് പിടിക്കാതിരിക്കോ? നീ കടയിലത്തെ ബില്ല് കൊടുത്തോട്ടാ. എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാശ് കൊടുത്തിട്ട് പോകുന്നേ. നീ തന്നെ കൊടുത്താ മതി. നീ എന്താ മൂടോട്ടായിരിക്കണേ? ഇന്ന് ഷോപ്പ് അടച്ചപ്പോൾ അവളെന്നെ ഒന്ന് നോക്കി. പിന്നെ അവിടെ വല്ല ആമ്പിള്ളേരെ നോക്കിയതാവും. നീ കളിയാക്കലടാ. അല്ല ശരിയാ നീ പറഞ്ഞത്. അവള് നോക്കിയിട്ടുണ്ടായിരിക്കും. ഈ വായി നോക്കി അവളെ തന്നെ നോക്കുന്നുണ്ടോ നോക്കിയിട്ടായിരിക്കും. നിനക്ക് പ്രേമിക്കാനുള്ള ഒരു ബെസ്റ്റ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്റെ പൊന്നു മോനെ, ഈ ഓൾഡ് ജനറേഷൻ വാക്കും കിട്ടാൻ നീ പെട്ടുപോട്ടോ. വേണമെങ്കിൽ മതി. ഇതിനേക്കാൾ നല്ലൊരു ചാൻസ് വേറെ കിട്ടൂലട്ടാ മോനെ. എന്താണ് പരാഗണം? പരാഗണം അത് ആൻഡ്രിഷ്യം ഗൈനീഷ്യം. അതിപ്പോ പൂക്കളിലെ പരാഗണ. ഒരു ഞായറാഴ്ചയെങ്കിലും കുടുംബത്തിൽ ഇരുന്നൂടെ നിനക്ക്? തിന്നാ നേരത്ത് വന്നു. അതെങ്ങനെയാ? കെട്ടിത്തൂങ്ങിയ അപ്പന്റെ അല്ല മോൻ. വിത്ത് ഗുണം 10 ഗുണം. എന്റെ ക്ലാര, നീ ഒന്നും മിണ്ടാതിരി. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാ മതി. അനുഭവിക്കുന്ന മുഴുവൻ ഞാനാ. ചേട്ടൻ എന്തിനാ വൈകി വന്നേ? അതുകൊണ്ടല്ലേ മമ്മി ചീത്ത പറഞ്ഞേ? നിന്റെ അമ്മയ്ക്കെന്നാ ദേഷ്യമില്ലാത്ത? അപ്പൊ പരാഗണം പരാഗണം എന്നാൽ എന്ത്? ദയാ, ഞാൻ എടുത്തുതരാം.
ഈ ഓൾഡ് ജനറേഷൻ വാക്കൊന്നും കേൾക്കണമെന്ന്. ഇപ്പൊ എന്തായി? എടാ ക്രിസ്റ്റി, ഞാൻ നിന്നോട് വെറുതെ ഒന്ന് സംസാരിക്കാനല്ലേ പറഞ്ഞോളൂ. അതെ, തൽക്കാലം അത് നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അവളിനി അത് കീർത്തിയോട് പറയാതിരുന്നാ മതി. ദയ, ദയ, ദയ പ്ലീസ്, ദയ, ദയ, എനിക്ക് പറയാനുള്ളൊന്ന് കേക്ക്. പിന്നീട് പലപ്പോഴും അവളോടൊപ്പം അവനെ കാണാൻ തുടങ്ങി. ദയ പ്ലീസ്, എത്ര നാൾ വെച്ച് നിന്റെ പിന്നാലെ നടക്കുക? ഇതൊരു തീരുമാനം പറ. പ്ലീസ് ഒന്ന് പോ. ഞാനൊന്ന് പറയട്ടെ, ഒന്ന് കേൾക്ക. ദയ, ഒടുവിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഞാനൊരു ഐഡിയ പറയട്ടെ. അയ്യോ, ഒന്നും പറയണ്ട. ആ ഐഡിയ പൊളിഞ്ഞ കാരണാ നമ്മളിപ്പോ ഇവിടെ വന്ന് ഇരിക്കാറായത്. എന്നാ വേറെ ഐഡിയ പറയാം. അതെ, വേണ്ടേ? എന്നാ വേണ്ട. എന്താടാ ഒരു മൂഡ് ഓഫ് പോലെ? എൻ്റെ പൊന്നു കീർത്തി, നിന്റെ കൂട്ടുകാരി ദയയില്ലേ? അവളെ പേരിൽ മാത്രമേ ദയുള്ളൂ. മനസ്സിലൊരു അല്പം ദയ ഉണ്ടെങ്കിൽ അവനിങ്ങനെ ഇരിക്കില്ല. അതിനവൾ എന്ത് തെറ്റാ ചെയ്തേ? അവൾക്ക് ഇവനൊന്ന് സ്നേഹിച്ചൂടെ? ഒരു പെണ്ണിന്റെ പുറകെ നടന്ന ആരും ഇഷ്ടപ്പെടില്ല. ആദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നേരിട്ട് അവളോട് ഇഷ്ടാന്ന് പറയുക, അല്ലാതെ അങ്ങനെ ഇരിക്കല്ല വേണ്ടേ. അവളൊക്കെ വലിയ പുള്ളിയാ നീ. വേണ്ട വേണ്ട ഡാ, അവളുടെ ഒരു ഫാമിലി ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ലാമിനേഷൻ ചെയ്യാൻ തന്നതാ. ആനിമേഷൻ ഞാൻ ചെയ്തുതരാം. ലാമിനേഷൻ നീ അത് ലാമിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് നിനക്ക് പറയാനുള്ളത് കൂടി അതിൽ എഴുത്. ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തോണ്ട്. ആ, ഈ ഐഡിയ ആണ് ഞാൻ പറയാൻ വന്നത്. നനയും ആദ്യാനുരാഗമീനില മൗനമാം പുഴയേ പുണരും നിനവിന്റെ തോരാനില വേനൽ വെയിൽ കൊള്ളുമ്പോഴും
ക്രിസ്റ്റി ആ നിനക്കൊരു ഫോട്ടോ കിട്ടിയാ? ഇല്ല ഏട്ടാ, ഞാൻ എടുത്തില്ല. പിന്നെ അത് എവിടെ പോയി? എന്താടാ അവന്റെ ഒരു ഫോട്ടോ, കണ്ണി കണ്ട പെമ്പിള്ളേരെ ഫോട്ടോ വാങ്ങി വന്നിട്ട് ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതാ. ഇതൊന്നും ഇവിടെ നടക്കില്ല. മേമ ഫോട്ടോ ഇങ്ങ് താ. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മേമ അതിങ്ങ് താ. എന്നാ ചെന്ന് അടുപ്പൊന്നും എടുത്തോ. കത്തി തീർന്നില്ലെങ്കിൽ നിന്റെ ഭാഗ്യം. അവന്റെ ഒരു ഐലവ്യൂ. കീർത്തി, ആ ഫോട്ടോ കൊടുക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് ചോദിക്കായിരുന്നു എന്നോട്. അതങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ ഇനി എന്താ ചെയ്യാ? ആ എന്തായി കീർത്തി? എന്താവാൻ, അവളാകെ പ്രശ്നത്തിലാ. ഇനി ആ വഴിക്ക് പോണ്ട. എന്റെ പൊന്നു ക്രിസ്റ്റി, നീ ആ പെണ്ണുമ്പിളയ്ക്ക് വല്ല പാഷണം വാങ്ങിച്ചു കൊടുക്കണം. ആർക്ക്? ദയക്കോ? അല്ലെന്നേ, ഇവന്റെ ഒരു ആന്റി ഉണ്ട്, ഒരു ശവം. ഈ സമയത്ത് തറ കോമഡി പറയാണ്ട് വല്ല പോംവഴി ഉണ്ടോ നോക്ക്. എടാ എന്ത് പോംവഴി? ഒരു പഴയ ഫോട്ടോ പോയതിനാ ആ പെണ്ണ് കിടന്ന് കരയുന്നത്. നിങ്ങൾക്കത് പഴയ ഫോട്ടോ ആയിരിക്കാം, പക്ഷെ അവൾക്കത് അങ്ങനെയല്ല. അവളുടെ ചേച്ചിയുടെ ആകെയുള്ളൊരു ഫോട്ടോ. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി അവളോടൊരു സോറി പറഞ്ഞേക്ക്. സോറി പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മതി. അവൾ ആകെ കലി തുള്ളി നിൽക്കുക. പിന്നെ കരി തുള്ളൻ അവളാര് വെളിച്ചപ്പാടാ. ഏതായാലും ഇതുവരെയുള്ള നിന്റെ കഥ കൊള്ളാം. ഈ സംഭവത്തോടെ നാട്ടിലും വീട്ടിലും ഒക്കെ പ്രോബ്ലം ആയി കാണും അല്ലേ? അതെ സാർ, ആകെ പ്രശ്നമായി. പിന്നെ 2-3 ദിവസം ഞാൻ തീരെ കടയിൽ പോയില്ല. പിന്നെ പള്ളിക്കാരോടും വികാരച്ചനോടൊക്കെ മാപ്പ് പറഞ്ഞിട്ടാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. അതോടെ അവളുടെ പുറകെയുള്ള നടത്തമൊക്കെ നിർത്തി കാണും അല്ലേ? ഇല്ല സാറേ, ഈ സംഭവത്തിന് ശേഷം എൻ്റെ കൂട്ടുകാർക്ക് പോലും ഞങ്ങളെ പ്രേമിപ്പിച്ച് അടങ്ങുന്ന വാശിയായിരുന്നു. പഠിച്ചിട്ട് പല വഴി നടന്നിട്ട് പലരുടെ പരിഭവം കണ്ടിട്ട് തറപറ വെള്ളക്കുമ്പ ചറപറ എഴുന്നിട്ട് തറപറ മുഴുവൻ എഴുതിയിട്ട് ഒടുവിൽ കിട്ടിയതെട്ടും പൊട്ടിയ വട്ടം 0 അയ്യോ യോ യോ ആരെ പാട്ട് വെച്ചത്? ഞാനവിടെ. എങ്ങനെ, സൂപ്പർ അല്ലേ? പിന്നെ സൂപ്പർ. നിർത്തണത്. ഒന്ന് താടി കളിക്ക് പണിയെടുക്കടാ. വെച്ചടത് മൊബൈൽ കളിക്കാൻ നിൽക്കണം. ഓ ടിക്ടോക്കരെല്ലാരും കൂടി മുതലാളിയുടെ ഈ കട പൊട്ടിക്കും. വിശാഖപട്ടണത്തേക്ക് തന്നെ തിരിച്ചു പോണ്ടി വരുന്ന തോന്നണേ. ഇന്നെന്താ ക്രിസ്റ്റി വന്നില്ലേ? അവനിനി വരും തോന്നുന്നില്ല. എന്താ പറ്റിയേ? എങ്ങനെ വരും? ഇന്നലെ നിന്റെ കൂട്ടുകാരി ദയയുടെ പെർഫോമൻസ് അത് ഗംഭീരമായിരുന്നല്ലോ. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. തന്റെ കൂട്ടുകാരത്തോട് പോയി പറഞ്ഞേക്ക് അവന്റെ പണി കളഞ്ഞപ്പോ സമാധാനായില്ലേന്ന്. താങ്ക്സ്. ദയാ, ദയാ അവിടെ നിൽക്ക്, ഒരു കാര്യം പറയാനാ. അവരപ്പോഴത്തെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നീ അത് കാര്യാക്കല്ലേ? എനിക്കുണ്ട് സങ്കടമൊക്കെ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. എനിക്കറിയാം, നീ വിഷമിക്കല്ലേ. നിങ്ങൾ നാളെ തന്നെ ക്രിസ്റ്റിയോട് വരാൻ പറയും. എന്തിനാ? ദയക്ക് അവനൊന്ന് കാണണമെന്ന്. കണ്ടാ, നേരത്തെ ഞാൻ ചൂടായി പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. അടവിലോ കൊച്ചുന്നാരൂ ഈ രാമുടു സീത കോശം അടവിലോ. ഒന്നും മിണ്ടാതിരുന്നോ, വായിൽ ഞാൻ പഴം കുത്തി നിറയും. ദേരിക്കണ്ട നമ്മൾ തെരഞ്ഞ പുത്രക്കല്ല് എവിടെ? അതെ അവിടെ
ആ കണ്ടു. ఎవరి కోసమో എന്തിരിപ്പോ? ఎన్ని కోసమో ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കുളത്തിലേക്ക് തട്ടിയിട്ടുണ്ടോ? ക്രിസ്റ്റി, നീ ഇവിടെ വന്നിരിക്കുകയാണ്. നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയാമോ? എടാ നീ ഇനി ഷോപ്പിലേക്ക് വരുന്നില്ലേ? ഇല്ല. നീ വരുന്നില്ലെന്നാ? അപ്പൊ നിന്റെ പണിയോ? ആ അത് പോട്ടെ. നിനക്ക് അവളെ കാണണ്ടേ? വേണ്ട. ഓ, നിനക്ക് കാണണമെങ്കിൽ കാണണ്ട, പക്ഷെ അവൾക്ക് നിന്നെ കാണണമെങ്കിലോ? നിങ്ങളൊന്ന് പോയേ. എടാ അപ്പം പറഞ്ഞ സത്യടാ. നിങ്ങൾ എന്തീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അവൾക്ക് നേരിട്ട് നിന്നെ ഒന്ന് കാണണം. എന്നോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞു. ആ അതേടാ. സത്യമാണോ നിങ്ങൾ പറയണേ? ഞാൻ വരാൻ വേണ്ടി വെറുതെ നമ്പർ അടിക്കണോ? എടാ സത്യടാ, അവൾക്ക് നിന്നെ കാണണമെന്ന്. മോനെ ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറുക. ഇനിയിപ്പോൾ അതാവും നന്നാവുക. അപ്പം ഞാൻ മോനൊന്നും പറയണ്ട. ഇത് നിന്റെ വീടാണ്. പള്ളി നിനക്കായി മാറ്റി വെച്ച ആകെയുള്ള സ്വത്ത്. തൽക്കാലം ഞങ്ങൾ മാറുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഒരപ്പൻ്റെ സ്ഥാനത്ത് എന്നും ഞാൻ ഉണ്ടാവും. ഒരപ്പം വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാ മനുഷ്യ. ഇവനൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. ക്ലാര, നീ ഒന്നും മിണ്ടാതിരി. ഞാൻ മിണ്ടാതിരിക്കണെങ്കിലേ ഇവന്റെ തലവട്ടം തെറിക്കണം. ഇവൻ മുടിഞ്ഞേ പോവുള്ളൂ. ഇങ്ങോട്ട് വാ മനുഷ്യ. ശരി, പോട്ടെ മോനെ. ഇവനിന്ന് രാത്രി വന്നോ? അമ്പട കാമുക, അവനെ സമ്മതിക്കണം. എന്ത് നടത്തണത്? ഞാൻ അവളെ കാണാൻ. അവക്ക് നിന്നെ പോലെ വട്ടൊന്നുമില്ല രാവിലെ വന്ന് നിൽക്കാൻ. അവള് വരുന്നുണ്ട്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി നിങ്ങളാക്. അതിന് നമ്മളിങ്ങനെ വട്ടം കൂടി നിന്നല്ല എങ്ങനെ ശരിയാവും? ഒന്ന് തുറക്കുവാ ബേട്ട. అవును, నీవు నా పక్కనుంటే నాకు ప్రేమ ఎందుకు వేరే. ദയ, സോറി. സോറി ഞാനല്ലേ പറയണ്ടേ? എന്തിന്? ഞാൻ കാരണല്ലേ വീട്ടില്. ഹേ, അങ്ങനെയൊന്നുമില്ല. ക്രിസ്റ്റിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അത് മതി. ദയക്ക് എന്നോടും ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ എന്നെ ഇഷ്ടാണോ? എന്തോന്നും മിണ്ടാത്ത? അങ്ങനെ ഒരു ഇഷ്ടമല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ നടക്കരുത്. കുറെ കാലമായി പറയാൻ വേണ്ടി പുറകെ നടക്കുന്നു, പക്ഷെ എന്തോ പറ്റാറില്ല. ഇപ്പം തന്നെ അത് പറഞ്ഞില്ലെങ്കിൽ അവന്മാരനെ കൊല്ലും. എന്തോന്നും പറയാത്തെ? കാണി കാണി മൊഴിയാതൊരു മഞ്ഞലയോടെ നീയെ നീയെ അഴകേ താനെ താനെ മിഴിമൂടിയ പൊന്നൊളിയോടെ
നില നിറവായി മൗനമായി നിഴലു പോലൊഴുകി പ്രണയമായി നീ വെയിലായി ജാലകം കാണുമോ നീ നിനവായി പൂമണം പൂക്കുമോ മിന്നാമിന്നി മിഴിയുന്ന പോലെ താനേ മിന്നി മായുന്നു താരാവാരമെറിയുന്ന പോലെ ഈരാലാപത്തുന്നു. എന്താ കൊഞ്ചു കുറച്ചില്? ഞങ്ങളിവിടുത്തെ സ്റ്റാഫാണ്. സ്റ്റാഫൊക്കെ കൊള്ളാം. ഈ ഒട്ടൊരുമിച്ചുള്ള നിപ്പുണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമല്ല. കേട്ടോടി ചേട്ടാ പ്ലീസ്, ഇതൊരു ഷോപ്പാണ്, ഒന്ന് പോയി എന്താ പ്രശ്നം? പറയണ. ഇവനാണ് പ്രശ്നം. എന്താ പ്രശ്നം? എനിക്കറിയില്ല. നിനക്കറിയില്ലടാ. അതുകൊണ്ടാ ഈ വക പരിപാടിയേ ഇവിടെ നടക്കില്ലേട്ടാ. ദയനെ കണ്ടോ? ഞാനും അവളെ നോക്കണേ. എന്താ ഉണ്ടായേ? കീർത്തി, അത് ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാ. ഇന്നലെ ഈ സംഭവം നടക്കണായിരുന്നെങ്കിൽ രണ്ടുപേരും എവിടെയായിരുന്നു? ഒന്നും പറയണ്ട ഏട്ടാ. ഞാൻ ആ ശ്രുതിയും കൂടിയിട്ട് ഒരു സിനിമയുടെ ഓഡീഷന് പോയതാ. അല്ലെങ്കിൽ കാണായിരുന്നു അവരെ കുത്തി മറത്തിനെ ഞാൻ. എനിക്ക് അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഓ, എന്തു പറഞ്ഞാലും അവള് എടാ അവള് കാരണം എന്തൊക്കെ പൊല്ലാപ്പം ഉണ്ടായത്. ഇതൊരു കാര്യം ചെയ്യ്, അവളെ വീട്ടിൽ പോയി വിളിച്ചിറക്കേ, ഉള്ള സത്യം മുഴുവൻ പറ, അവൾ വിശ്വസിക്കും. എടാ നീ ചെല്ല്. ക്രിസ്റ്റി, ദയ വിളിച്ചിരുന്നു നിന്നോട് വേഗം ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലാൻ. എങ്ങോട്ടാ? അങ്ങോട്ട് പോ, വേഗം പോ. നമ്മളെവിടേക്ക് പോണേ? കാര്യം പറ. പറയാം, വേഗം അങ്ങോട്ട് തിരിക്ക്. ആ. ഇവിടെ നിർത്ത്. എന്താ ഇവിടെ? വേഗം വാ വാ.
നടുക്ക് പറയാം. ഇറങ്ങി. എന്താ ഇവിടെ? അതൊക്കെ പറയാം. വേഗം പോവാം. ഞാൻ പലവട്ടം പറഞ്ഞതാ, നീ വേറെ ആളായിട്ട് സംസാരിക്കണ എനിക്ക് ഇഷ്ടല്ലാന്ന്. എപ്പോ നോക്കിയാൽ നീ അവന്റെ കൂടെയാണ്. അതാണ് എനിക്ക് പിടിക്കാത്തത്. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ നടക്കണത്? ഓക്കെ, സമ്മതിച്ചു. അല്ല, നീ എന്ത് തീരുമാനിച്ചു? എനിക്കെന്നെ മോളെ വേണം, അല്ലെങ്കിൽ അവളുടെ അമ്മയായി എന്റെ ഭാര്യയെ നീ വാ. എന്താ സമ്മതല്ലേ? വാടി. മാത്രം അറിയൂ. ഇനി ഇതൊരാളും അറിയരുത്. ഇനി പോലീസ് ഇവിടെ വന്നാലും ആരും അറിയാത്ത രീതിയിൽ ഞാനിത് മാറ്റിക്കളാം. പക്ഷെ ഒരിക്കലും നീ ഇത് പുറത്തു പറയരുത്. എന്ത് തന്നെ സംഭവിച്ചാലും നീ ഒന്നും പറയണ്ട. നീ എന്നോട് സത്യം ചെയ്യണം, നീ ഇതോടും പുറത്തു പറയില്ലെന്ന്. നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലോ, സംഭവിച്ചു പോയതല്ലേ. ഒരാൾക്കും സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ ഇത് മാറ്റിക്കൊള്ളാം. ആലോചിച്ച് നിൽക്കാതെ നീ പോ, നീ പോ. അപ്പം അങ്ങനെയാണ് ക്രിസ്റ്റി ഇവിടെ എത്തിയത്. ഒരു കൊലപാതക കേസിലാണ് താനിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. ആ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി സാഹചര്യം കൊണ്ട് സംഭവിച്ചെന്ന നിലയ്ക്ക് ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ കളയേണ്ടി വരില്ലായിരുന്നു. അല്ല സാർ, അന്വേഷണത്തിനിടയിൽ അവൾ സത്യം തുറന്നു പറഞ്ഞിരുന്നു. പിന്നെ എന്നോടുള്ള ഇഷ്ടം കാരണം അങ്ങനെ പറഞ്ഞതാവും എല്ലാവരും വിശ്വസിച്ചത്. അവൾ പറഞ്ഞതല്ല സത്യം, ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞ് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നെ തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. എന്നിട്ട് അവളിപ്പോൾ എവിടെ? എപ്പോഴെങ്കിലും തന്നെ കാണാൻ വന്നിരുന്നോ? ക്രിസ്റ്റി, സുഖാണോടാ? എന്ത് സുഖം, നീ ആകെ ഗ്ലാമറായല്ലോ. ഇപ്പം എന്താ പണി? ഞാൻ സൗദിയിലാ, നമ്മുടെ സിയാദിൻ്റെ കൂടെ. അങ്ങനെ നിങ്ങളും രക്ഷപ്പെട്ടു. ആ,
അങ്ങനെയും പറയാം. എടാ നമ്മുടെ അബിപ്പോ അവനിപ്പോ ടിക്ടോക്ക് സ്റ്റാറിലടാ. അവനിപ്പോ കമൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുക. ശ്യാമ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വരുന്ന വഴി മാത്യുങ്കളിലും കണ്ടിരുന്നു. ക്ലാരൻറ്റിക്ക് ക്യാൻസറാ. നിന്നോട് ചെയ്തതിൻ്റെ ശാപം എന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി അധിക കാലമൊന്നുമില്ലല്ലോ ഇവിടെ. നീ എന്താ ആലോചിക്കണേ? ശ്യാമ, എൻ്റെ ദയ. നീ അവളെ മറന്നോ? കഴിഞ്ഞൊന്നും ഓർക്കണ്ട. ശ്യാമ, നീ എന്താടാ ഈ പറയണേ? എനിക്ക് ഓർക്കാൻ ദയ മാത്രല്ലേ ഉള്ളൂ. ക്രിസ്റ്റി, ഞാൻ കാര്യമായിട്ട് പറയണു. നീ അവളെ മറന്നോ? നീ എന്താ അവളെ കണ്ടിരുന്നോ? ഇല്ല, പക്ഷെ കീർത്തിയെ കണ്ടിരുന്നു. അവളാ പറഞ്ഞത്. നീ എന്താ കാര്യം ഒന്ന് തുറന്നു പറ. എടാ, അവളുടെ എൻഗേജ്മെന്റ് നിശ്ചയിച്ചു ഈ മാസം 11-ന്. സമ്മതിച്ചോ? പിന്നെ അവള് സമ്മതിക്കാണ്ട് ഇത് നടക്കുമോ? ദയ ചിന്തിച്ചു കാണും. നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ജോലിയൊക്കെ കണ്ടെത്തി പ്രാരബ്ധമൊക്കെ തീർത്ത് എന്നിട്ട് വേണ്ട ഒരു കല്യാണം കഴിക്കാൻ. നല്ലൊരു ആലോചന വന്നു, അവള് സമ്മതിച്ചു. ശരിയാ, അങ്ങനെയൊന്നും ഞാനന്ന് വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും അവളെ അന്ന് രക്ഷപ്പെടുത്തണം, അത്രമാത്രം ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ. അതിപ്പോൾ ഇവിടെ വരെ എത്തി. എല്ലാവർക്കും മറക്കാൻ എളുപ്പ, പക്ഷെ എനിക്ക് മതി, സമയം കഴിഞ്ഞു. പറഞ്ഞില്ലേ സമയം കഴിഞ്ഞു, പോയിട്ട് പിന്നെ വാ. നല്ലൊരു ആലോചന വന്നു, അവള് സമ്മതിച്ചു. ശരിയാ, അങ്ങനെയൊന്നും ഞാനന്ന് വിചാരിച്ചില്ല. എങ്ങനെയെങ്കിലും അവളെ അന്ന് രക്ഷപ്പെടുത്തണം, അത്രമാത്രം ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ. അപ്പോൾ അതാണ് ആ ദിവസം തന്നെ കൈമുറിച്ചത്. സാറിനെ കാണാൻ 2 പത്രക്കാർ വന്നിട്ടുണ്ട്. പൊക്കോ. ഇന്നലെ എവിടെയായിരുന്നു ഡ്യൂട്ടി? ഇന്നലെ ഡെസ്കിൽ മുഴുവൻ ചാർജ് എനിക്കായിരുന്നു, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല. നമസ്കാരം സാർ. നമസ്കാരം സാർ. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു തടവുകാരനെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ജയിലിലെ പീഡനമാണോ ആത്മഹത്യാ ശ്രമത്തിന് കാരണം? നിങ്ങൾ പറഞ്ഞ തടവുകാരനാണ് ഈ നിൽക്കുന്നത്, പിന്നെ ആത്മഹത്യാ ശ്രമമാണെന്ന് ആര് പറഞ്ഞു? ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിൽ അങ്ങനെയാണ്. നിങ്ങൾ മീഡിയാസ് അറിഞ്ഞതൊക്കെ സത്യമാവണമെന്നുണ്ടോ? കൈഞ്ഞരമ്പ് മുറിച്ച ഒരു തടവുകാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾ പറഞ്ഞത് പകുതി ശരിയാണ്, പക്ഷേ അതിലൊരു തിരുത്തുണ്ട്.
കൈ ഞരമ്പ് മുറിച്ചല്ല അയാൾ അഡ്മിറ്റ് ആയത്, കൈ മുറിഞ്ഞാണ്. അതൊരു ആത്മഹത്യാ ശ്രമമല്ല. അത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി പറയിക്കാമല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേ എഴുതാം, പക്ഷെ സത്യം അതല്ല. പിന്നെ എന്താണ് വാസ്തവം? അങ്ങനെ ചോദിക്കും. അന്ന് രാവിലെ കിച്ചണിൽ വെച്ച് അബദ്ധത്തിൽ കൈ മുറിഞ്ഞതാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവനോട് ചോദിക്ക്. ഈ പറഞ്ഞത് സത്യമാണോ? ശരിയാണ്. സോറി സാർ, ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ വിവരം എങ്ങനെയായിരുന്നു. ഈ വിവരം ഞങ്ങൾ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു സാർ. ശരി സാർ. ഇനി ഇതാണ് സത്യം. ആര് ചോദിച്ചാലും ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ശരി സാർ. പിന്നെ കഴിഞ്ഞ കാര്യങ്ങളോർത്ത് ഇമാതിരി പണിയൊന്നും ചെയ്യരുത്. ഇല്ല സാർ. ഓ അജയ, നമുക്കെല്ലാവർക്കും നല്ലൊരു പണി തന്നിട്ട് അവന്റെ കിടപ്പുണ്ടോ? എണീക്കണ്ട. ഒരു തെറ്റുപറ്റിപ്പോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്ക്. ഇതുപോലൊരു തെറ്റുപറ്റിയ കാരണത്താലടാ ഞാനിവിടെ വന്നത്. ഒരു ചെറിയ വഴക്കിന് ഭാര്യ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് നിന്നപ്പോൾ ധൈര്യമണി കത്തിക്കെന്ന് പറഞ്ഞ് നിന്ന സമയത്ത് ഒരു തീപ്പെട്ടിക്കുള്ളി വരച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. തീ കിടന്ന് വെന്ത് മരിക്കുമ്പോഴും അവളുടെ പപ്പേട്ടാന്നുള്ള വിളി എന്റെ കാതിന്ന് പോണില്ലടാ. നശിപ്പിച്ചു. ഒരു 500 വട്ടം കേട്ടിട്ടുണ്ട് ഞാൻ ഈ കഥ. എന്റെ പൊന്നു കുഞ്ഞുമോൻ ചേട്ടാ, താനൊന്നും ഉണ്ടായിരുന്നേ. പപ്പേട്ടൻ പറഞ്ഞു പപ്പേട്ടാ. എനിക്കിതല്ലാതെ വേറെ ഏത് കഥയാടാ പറയാനുള്ളത്? കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല സാറേ. എന്താ ക്രിസ്റ്റി, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാറേ. സൂപ്രണ്ട് സാറിനെ ശരിക്കും കയ്യിലെടുത്തു അല്ലേ? എന്തായാലും തൻ്റെ റിലീസ് ഓർഡർ വൈകാതെ കിട്ടും. സെല്ലിനകത്ത് അധികം ബഹളമൊന്നും വേണ്ട. ശബ്ദം താഴ്ത്തി ചെറിയ പാട്ടൊക്കെ ആവാം. ആരോമൽ കിളിയേ നീ ആരോടും പറയാതെ ദൂരെ ഒരു കൂട്ടിൽ നിൻ ഹൃദയം നട്ടു. ആരണ്യത്തിൽ വാഴും ഏതോ ഒരു വേടൻ്റെ അമ്പിൻ മുന വന്നു നിൻ കരളിൽ തൊട്ടു. ആ താഴെ ഇരിക്കുന്നത് അവനല്ലേ? ഇന്നലെ ഇവൻ വിചാരിച്ചു ഞാൻ വല്ല മരിച്ചു കാണുന്നു. ഞാൻ പെട്ടതൊന്നും ചാവില്ലടാ. അത് പിന്നെ ആയുസിന്റെ കൃപലും നീയും പിടിച്ച. ഇത് അവന്മാരാ. പപ്പേട്ടാ, ക്രിസ്റ്റിയെ മാറ്റിക്കോ. ഇവന്മാർക്കുള്ള പണി അങ്ങ് കൊടുത്തോ. അറിയോ? ഇല്ലല്ലോ ചേട്ടാ. ഞങ്ങളിവിടെ പുതിയതാ, നമുക്കൊന്ന് പരിചയപ്പെടണല്ലോ. അതിനെന്താ, പരിചയപ്പെടാലോ. നടക്കടാ.
വേഗം പോയി സെറ്റ് അജയനെ വേറെ സെല്ലിലേക്ക് മാറ്റി. എടാ ക്രിസ്റ്റി, നിനക്ക് എന്താ പറ്റി? അവരെന്നത്തെല്ലാം വന്നതാ. പക്ഷേ അജയൻ ഇവനെന്തിനാ അവരിതെല്ലാം വന്ന്? അതെനിക്ക് പിടികിട്ടാത്ത. എനിക്കറിയില്ല, ആരോ ഏൽപ്പിച്ചതെന്ന് പറയണം. മോനെ ക്രിസ്റ്റി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി ഇറങ്ങാൻ കുറച്ച് നാളുകളേ ഉള്ളൂ. അതിനിടയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതന്നെ പപ്പട്ട അവരുദ്ദേശം. ഇവനിറങ്ങണേന് അവർക്കെന്താ പ്രശ്നം? പറഞ്ഞില്ലേ ഏൽപ്പിച്ചതെന്ന്, അത് ആരാന്ന് കണ്ടെത്തണം. ക്രിസ്റ്റി, നിന്നെ സൂപ്പർ സാർ വിളിക്കണു. ഞാൻ പോയിട്ട് വരാം. നേരെ തോട്ടത്തിലേക്ക് പോക്കോ. സാറേ. എന്താ ക്രിസ്റ്റിയെ, കയ്യിന്റെ മുകളിൽ പുതിയ വാച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഏതാ കമ്പനി? നമുക്കും ഇങ്ങോട്ട് വരണം. ഇതിനേക്കാൾ നല്ലൊരു വാച്ച് നിന്റെ കയ്യിൽ കെട്ടി തരണോ? അയ്യോ സാറേ, തമാശക്ക് പറഞ്ഞതാ. വല്ലാത്ത തമാശയൊന്നും വേണ്ട, പോയി പണിയെടുക്കടാ. പോരെ പോരെ. എന്താ കൃഷി, ഇങ്ങോട്ടാ? സൂപ്രണ്ട് സാറ് കാണാൻ പറഞ്ഞിരുന്നു. സാർ ഇപ്പോൾ ഓഫീസിലില്ല, ഡി ബ്ലോക്കിൻ്റെ പുറകിലുണ്ടാവും. പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാ. വേറെ കുഴപ്പത്തിലൊന്നും പോയി ചാടരുത്. ഇല്ല സാറേ, ഞാൻ നോക്കിക്കോളാം. ശരി. ആ സാർ. ക്രിസ്റ്റി, ഞാൻ തന്നെ വിളിപ്പിച്ചതൊരു കാര്യം പറയാനാ. എന്താ സാർ? ഈ മാസം 15-ന് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് തനിക്കെന്താടോ സന്തോഷമില്ലാത്തത്? ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ എന്തു ചെയ്യുമെന്നാണോ? ആദ്യം തനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മാറ്റ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവും. പക്ഷേ നമ്മൾ അവരിൽ നിന്ന് അകന്നിരിക്കും. അവിടെയാണ് പ്രശ്നം. അപ്പം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് പുതിയൊരു ക്രിസ്റ്റിയാവണം. ഞാൻ കുറച്ച് ദിവസം ലീവായിരിക്കും. പിന്നെ രാവിലെ പ്രശ്നം ഉണ്ടാക്കിയവർ ടൗണിലെ ഗുണ്ടാ ലിസ്റ്റിലുള്ളവരാണ്. ആർക്കൊക്കെയോ നീ ഇറങ്ങാതിരിക്കണം എന്നുണ്ട്. ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരാവാം, അല്ലെങ്കിൽ മരിച്ച വിവേകിന്റെ ബന്ധുക്കളായിരിക്കും. എന്തായാലും ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ശരി സാർ. എന്നാ പോയിക്കോ. അങ്ങനെ നമ്മുടെ ക്രിസ്റ്റിക്ക് സ്വാതന്ത്ര്യം കിട്ടുകയായി. ഞങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നീ നാട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കും. മോനെ, ഇതുപോലത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കണ്ടട്ടാ. ഉള്ള സെറ്റപ്പും കൂടി പോയി കിട്ടും. ദോ പപ്പേട്ടാ, എൻ്റെ കൈ കൊണ്ട് ചാവാൻ നിൽക്കണ്ടോ. അതിനെനിക്ക് കൊല്ലാൻ അറിയില്ലല്ലോ, കക്കാനെല്ലാം അറിയല്ലോ. ഇയാള് ഞാൻ ഒന്ന് കൊല്ലി. തുടങ്ങി രണ്ടുപേരും. ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ക്രിസ്റ്റി, നീ അജയനെ കണ്ടാ? ഇല്ല, കാണാൻ പറ്റിയില്ല. അവനെ ബി ബ്ലോക്കിലേക്ക് മാറ്റിയടാ. അവന്മാർക്ക് നല്ല ഇടി കൊടുത്തിട്ട് തന്നെ അവൻ പോയത്. പോണതിന് മുമ്പ് അജയനൊന്ന് കാണണം. നീയും കൂടെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാവൂടാ. ഒരു ക്രിസ്റ്റി പോയാൽ മറ്റൊരു ക്രിസ്റ്റി. അതാണ് ജയിലിലെ നിയമം.
മറയുന്നോ മഴവില്ലിൽ നിൻമുഖം തേടുന്നു മുകിലെങ്ങോ മിഴിനീരിൽ നിൻ കണം ഈ മഴക്കാലം മാറുമോ അരികെ അണയാൻ ഒടുവിൽ നാം ചേരൂ ദൂരേക്ക് പോയ നിൻ ഓർമ്മ തൻ വാടിയിൽ ശലഭമായ അരികെ വാ അരികെ വാ മായുന്നോ മറയുന്നോ മഴവില്ലിൽ നിൻ മുഖം ചാരേ എന്നും താനേ വന്നിൻ തോരാത്തോ മഴയായി ചാഞ്ഞൂരാവിൻ മാറിൽ മെല്ലെ തീരാ നൊമ്പരമായി കാണാക്കടലിൻ ആഴമായി നീ ഏറെ അകലുകയോ കാണാക്കനവിൻ കാലൊലിയായി നീ കാണേ അണയുകയോ ഇന്നാകെ നിന്നെ ഓർത്തു ഞാൻ കൺപാർത്തിരുന്ന മാത്രയിൽ ഒന്നാകെ മുന്നിലെന്നഴകേ മായുന്നോ മറയുന്നോ മഴവില്ലിൽ നിൻ മുഖം മേലെ മേയും തിങ്കൾ വന്നിൻ ഏറെ സാന്ത്വനമായി പാടെ മൂടും മഞ്ഞിൽ നിന്നെ കണ്ടു കൺകുളിരായി മാറാ മനസ്സിൻ മൺചിമിഴിൽ നീ മെല്ലെ പൊലിയുകയോ തോരാ കണ്ണിൻ തേങ്ങലായി നീ താനേ നിറയുകയോ ഉള്ളാകെ നിന്നെ മാത്രമായി മെയ്യോട് ചേർത്തു കാത്തിടാം ഇന്നെങ്ങു പോയി എന്നഴകേ മായുന്നോ മറയുന്നോ മഴവില്ലിൽ നിൻ മുഖം തേടുന്നു മുകിലെങ്ങോ മിഴിനീരിൽ നിൻ കണം ഈ മഴക്കാലം മാറുമോ അരികെ അണയാൻ ഒടുവിൽ നാം ചേരൂ ദൂരേക്ക് പോയ നിൻ ഓർമ്മ തൻ വാടിയിൽ ശലഭമായ അരികെ വാ അരികെ വാ മായുന്നോ മറയുന്നോ മഴവില്ലിൽ നിൻ മുഖം കേറടാ.
നമസ്കാരം സാർ. ആ നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്റ്റി. എനിക്കറിയാം ക്രിസ്റ്റിയെ. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മാളുവിന്റെ വളകള് മുത്തശ്ശന് കാട്ടിയേ. മുത്തശ്ശന്റെ കുട്ടി ഇങ്ങട് വന്നേ. ആ അങ്ങനെ ഇനി മോൾക്ക് എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? ഐസ്ക്രീമാ? അതെ, അമ്മ വരുമ്പോ മേടിച്ചുകൊണ്ടുവരൂട്ടാ. മോളെ പതുക്കെ വീഴും വീഴും. എന്തായി മോളെ അച്ഛൻ പറഞ്ഞ കാര്യം? എത്ര നാളായിന്ന് വെച്ചിട്ടാ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയ? രേവതി അയച്ചാ നമ്മളെ വിട്ടുപോയി. പാവം, എന്റെ കുട്ടിക്ക് അമ്മില്ലാതായി. ഇല്ലച്ചാ, മാളൂട്ടിക്ക് അമ്മയുണ്ട്, എന്റെ മോളാ. അച്ഛന് മനസ്സിലാവും എന്ന് കരുതി മോൾക്കും വേണ്ട ഒരു ജീവിതം. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നൊരാളെ ഏൽപ്പിച്ച അച്ഛന് സമാധാനായി. അച്ഛൻ ഇതന്നെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോളെ കാത്തോളൂ. മോളോട് ഇരിക്കട്ടോ, അമ്മ ഡ്രസ് മാറിയിട്ട് വരാം. മാമ. ആ പ്രസാദ, ഇരിക്കുക. കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞറിഞ്ഞു. ദയ എവിടെ? അകത്തുണ്ട്. ജോലിക്ക് പോണില്ലേ? രേവതിയുടെ കുട്ടി ഇവിടെ തന്നെയാ. ദയ നോക്കണു. ഞാൻ പറയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാനായിട്ട് ചെറുപ്പം മുതലേ പറഞ്ഞുറപ്പിച്ചതാ നിങ്ങളുടെ കല്യാണം. അതൊന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. അത് നടക്കും മാമ. ഓ, ആശ്വാസായി. ഞാൻ മോളെ വിളിക്കാം. മോളെ വാ. അങ്ങനെ അമ്മേനെ വിളിക്കേ. നല്ല മോളല്ലേ, ചെല്ല്, വേഗം ചെല്ല്. ഏട്ടെപ്പളാ വന്നേ? 2 ദിവസമായി. എന്തു പറ്റിയതയ്യാ? ആളാകെ മാറിയല്ലോ. ഏയ് ഒന്നുമില്ല, ഏട്ടന് ചുമ്മാ തോന്നിയതായിരിക്കും. ഈ മുഖം കണ്ട എനിക്കറിയണതല്ലേ. ഒന്നുമില്ലെങ്കിലും ചെറുപ്പം മുതൽ ഞാൻ നിന്നെ കാണുന്നതല്ലേ. നിങ്ങൾ സംസാരിക്കേ. ഞാൻ അകത്തുണ്ടാവും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? അമ്മ പറഞ്ഞിനി വൈകണ്ടാന്ന്. എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്താൻ. ദയ, എന്തൊരു ഇഷ്ടക്കേട് പോലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. മാളൂട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ വിഷമിക്കണ്ട. എൻ്റെ മോളായിട്ട് തന്നെ നോക്കാം. എന്തിനാ കരയണ്? സോറി ഏട്ടാ, എനിക്ക് കല്യാണം പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്തായി പറയണ്? ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? ഏട്ടനൊന്നും തോന്നരുത്, ഞാനൊരാളായിട്ട് സ്നേഹത്തിലാ. മതി സ്നേഹം. ആ വാക്ക് നീ ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്. അച്ഛാ, എന്റെ രേവതി മോളുടെ വിധി. അതുപോലൊരു മരണം ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്തു പറഞ്ഞാലും ഞാൻ പറയണതേ ഇവിടെ നടക്കൂ. പ്രസാദേ, ഇവിടെ പറയണതൊന്നും നീ കാര്യാക്കണ്ട. മാമ ചെല്ല്, ഞാൻ സംസാരിക്കാം. ദയ, എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അല്ലേട്ടാ, ശരിക്കും എൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്.
ഈ ഒട്ടൊരുമിച്ചുള്ള നിപ്പുണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമല്ല. കേട്ടോടി? ചേട്ടാ പ്ലീസ്, ഇതൊരു ഷോപ്പാണ്. എന്റെ ഭാര്യ നീ വാ. ഞാൻ പോയ എന്റെ മോളെ ഒരിക്കലും നീ ആ ദുഷ്ടന് വിട്ടുകൊടുക്കരുത്. ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയണേ? കഴുത്തിൽ ഒരാൾ താലി കെട്ടുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഒരു കുരുക്കിലേക്കാണ് നമ്മൾ തല നീട്ടി കൊടുക്കുന്നതെന്ന്. വിവാഹത്തോടെ പെണ്ണിന്റെ ജീവിതം തുടങ്ങിയല്ല, അവസാനിക്കുകയാണ്. എന്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഒരിക്കലും ആ ദുഷ്ടനെ നീ വിട്ടുകൊടുക്കരുത്. എന്താ സമ്മതല്ലേ? ഒരാൾക്കും സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ ഇത് മാറ്റിക്കോളാം. ആലോചിച്ച് നിൽക്കാതെ നീ പോ. നീ പോ. ഇവൾക്ക് വേണ്ടി അവൻ അനുഭവിച്ച ആ നഷ്ടവും വേദനയും നമ്മൾ കാണാതെ പോകരുത്. ദയാ, നിന്റെ കയ്യിലണിയാൻ അമ്മ ഒരു മോതിരം തന്നിരുന്നു. നല്ല മനസ്സാ നിന്റെ, നല്ലതേ വരൂ. അവന് വേണ്ടി ഒരു ജന്മം കാത്തിരിക്കേണ്ടി വന്നാലും അത് പുണ്യുണ്ടാവും. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നടത്തി തന്നെ നിങ്ങളുടെ വിവാഹം ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. ക്രിസ്റ്റി, താൻ കരുതിയ പോലെ ദയ എത്ര ദയയില്ലാത്തവളല്ലടോ. അവൾക്കിപ്പോഴും തന്നോട് സ്നേഹ. മരണം വരെ കാത്തിരിക്കുമെന്നുള്ള വിശ്വാസം തനിക്കുണ്ടായിരുന്നില്ലേ? അത് നഷ്ടാവില്ല. ദയ,
പോലെ പാടേ